മദ്രസ ക്ലാസ് 6-ാം ക്ലാസ്സിലെ തസ്കിയ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തസ്കിയയുടെ 1-ാമത്തെ പാഠം ആണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. 1-ാമത്തെ പാഠത്തിലെ വിഷയം സൂറത്തുൽ ഫാത്തിഹയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന സൂറത്ത് കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് മദ്രസയുടെ ആ കിതാബിന്റെ ഉദ്ധരണികൾ സ്ക്രീനിലേക്ക് കാണാം. തസ്കിയത്തുൽ വിൽദാൻ ഫിസ്സൊഫിസ് സാദിസ് 6-ാം ക്ലാസ്സിലെ തസ്കിയാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആയത്ത് ഏതാണെന്നൊക്കെ കുട്ടികൾക്ക് കണ്ടെത്താവുന്നതാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഈ ആയത്താണത്. ഇതിലെ പാഠങ്ങൾ 14 പാഠങ്ങളാണ് തസ്കിയയിലുള്ളത്. 1-ാമത്തെ പാഠം ഫാത്തിഹത്തുൽ കിതാബ്, ത്വരീഖുൻ ഇലൽ ജിനാൻ 2-ാമത്തേത്, 3 ഔസത്തു അബ്വാബിൽ ജന്ന, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ലഹുമുദ് ദുനിയ വലനൽ ആഖിറ, ഉഹിബ്ബുസ് സ്വാലിഹീൻ, ഉസ്വത്തുൻ ഹസന, ജിഹാദുൻ ഫീ സബീലില്ലാഹ്, ഹൽ ലഹു മിൻ തൗബ, യാ അക്രമൽ ഖൽഖ്, യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ, അഊദു ബിറബ്ബിൻ നാസ്, ഖുദൂ ദഫാത്തിറക്കും മിൻ ജവാമിഇൽ കലിം. ഇങ്ങനെ 14 പാഠങ്ങളാണ്. ഇതിൽ തുടക്കത്തിലുള്ള ഈ ഭാഗമൊക്കെ വിദ്യാർത്ഥികളൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. തഖ്ദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഅഫ്ളലുസ് സ്വലാത്തി വത്തസ്ലീമി അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ദഅാ ബിദഅവതിഹി വഹ്തദാ ബിഹദീഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആമുഖം. അമ്മാ ബഅദു ഫഹാദിഹിൽ ഹൽഖത്തുൽ ഊലാ മിനൽ ഹൽഖാത്തിൽ ഖംസ് മിൻ സിൽസിലത്തി തസ്കിയത്തിൽ വിൽദാൻ നുരീദു ബിഹാ തസ്കിയത്തു ഖുലൂബിൻ നശ്ഇൽ ജദീദ്. പുതിയ ഒരു ആത്മ സംസ്കരണമാണ് ഈ പാഠം കൊണ്ട്, ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹത്താ യൻളമു ഇലാ മസീറത്തി ഖാഫിലത്തി തഖ്വാ വൽ ഇഹ്സാൻ അല്ലത്തി അലാ യദൈഹാ ഖാമത്തു വൻതശറത്ത് ദഅവത്തുൽ ഇസ്ലാമി ഫീ കുല്ലി മക്കാനിൻ വഫീ കുല്ലി സമാൻ. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക ദഅവത്ത് നടന്ന ആ വളരെ പ്രധാനപ്പെട്ട മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ആ ഒരു വളർച്ചയിലേക്ക് നമുക്കും വന്ന് ചെന്ന് ചേരാനുള്ള വഴിയാണ് ഈ ഭാഗം. ഫീഹൽ ഗിദാഉ അല്ലദീ യുഗദ്ദി നുഫൂസ കമാ അന്ന ഫീഹ ദവാ അല്ലദീ യുദാവിൽ ഖുലൂബ് മിൻ തഫ്സീരി സുവരി മിൻ നവാഖിറിൽ ഖുർആൻ ബിഅഖ്സരി വജ്ഹിൻ വഅദബി കലാമിൻ വഅസ്ഹലി ഉസ്ലൂബിൻ വമിൻ അബിയാത്തിൻ മുൻതഖബത്തിൻ മിൻ തതാസറു ബിഹാ നുഫൂസു തുല്ലാബി മിമാ ഫീഹാ മിൻ നസാഇഹി തസ്കിയ വമിൻ ഖിസ്വസിൻ തർതശിഫു മിൻഹാ ഖുലൂബു തുല്ലാബി മിൻ മവാഇദി തൗഇയ. മനസ്സിനെ ഏകീകരിക്കാനും ശുദ്ധീകരിക്കാനും പറ്റുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തെ സൂറത്തുകളും ചില കവിതകളും ബൈത്തുകളും ഒക്കെയാണ് ഇതിന് സ്വീകരിച്ചിരിക്കുന്നത്. وكل وحدة من وحدات هذه الكتب تشتمل على نص وتدريبات ونريد بالتدريبات أن يلتفتوا إلى ألفاظ نصوص الوحدات كرات وإلى مضامينها مرات حتى تتمرن ألسنتهم بتلك الألفاظ وتتأثر قلوبهم بهذه المضامين. ഇതിലെ എക്സസൈസുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഗ്രാമറും വാചകങ്ങളൊക്കെ എളുപ്പം പരിചയപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ രൂപീകരിച്ചിരിക്കുന്നത്. ഒഫി തദ്രീബാത്തി അൻഷിത്തത്തുൻ ലുഗവിയ്യത്തുൻ തുദർരിബു ത്വാലിബ് അല ഇസ്തിഖ്ദാമിൽ ലുഗത്തിൽ അറബിയ്യ മുഹാദസത്തൻ വകിതാബത്തൻ. ഇത് നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അറബി എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പാഠങ്ങൾ ഏകീകരിച്ചിരിക്കുന്നത്. വമിൻ നാഫിലത്തിൽ ഖൗൽ അന്നൽ അമലൽ തർബവിയ്യ ലാ യതകല്ലലു ബിന്നജാഹി ഇല്ലാ ബിൽ ജുഹൂദിൽ മബ്ദൂലത്തി മിൻ ഖിബലിൽ അസാതിദത്തിൽ മുഖ്ലിസീൻ. ഉസ്താദുമാരുടെ അധ്വാനത്തിലൂടെയും അതുപോലെ വിദ്യാർത്ഥികളുടെ ആ സഹകരണവും എല്ലാം കൂടി ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് ഇത് വിജയിക്കുന്നത്. ഫർറജാഉ മിനൽ ഇഖ്വത്തിൽ മുഅല്ലിമീനൽ കിറാം അൻ യഉ മസ്ഊലിയാതിഹിം വമുഹിമ്മാതിഹിം വഅൻ യബ്ദുലു മജ്ഹൂദാതിഹിം في هذا المجال لذلك الهدف الله ولي التوفيق وهو المستعان وعليه تكلان. هيئة التعليم الإسلامي. നമുക്ക് 1-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ അർഷദനാ ഇലാ സുബുലിസ് സലാം വഅലാ ആലിഹി വസ്വഹ്ബിഹി വതാബിഈൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ ആഖിറിൽ അയ്യാം. അമ്മാ ബഅദ്. ആമുഖങ്ങൾ.
സ്വലാത്തു സലാം, ഹംദ്, ബിസ്മി, ഹംദ്, സ്വലാത്തു സലാം എന്നിവകൾക്ക് ശേഷം തുടങ്ങണം. അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ ചാപ്റ്റർ, വഹ്ദത്ത് പാഠം ചാപ്റ്റർ, അൽ ഊല ഒന്നാമത്തെ. ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് എന്നത് ഒരർത്ഥം സൂറത്തുൽ ഫാത്തിഹയാണ്. മറ്റൊന്ന് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ തുടക്കം എന്ന അർത്ഥവുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മക്കാനത്തു ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ സ്ഥാനം. ഹാദിഹി സൂറത്തു ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഈ സൂറത്ത് ലിഅന്നഹ ഫുത്തിഹ ബിഹ കിതാബുല്ലാഹിൽ ഖുർആൻ, അങ്ങനെ പേര് പറയാനുള്ള കാരണം ഫുത്തിഹ ബിഹ, അതുകൊണ്ടാണ് തുടങ്ങപ്പെട്ടിരിക്കുന്നത് കിതാബുല്ലാഹിൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന ഗ്രന്ഥം തുടങ്ങിയത് ഈ സൂറത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് ഒരു പേര്. ഫാത്തിഹത്തുൽ കിതാബി അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ വളരെ പ്രധാന സൂറത്താണ്. ഫാത്തിഹത്തുൽ കിതാബി ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹുൽ കിതാബ് എന്ന ഫാത്തിഹത്തുൽ കിതാബ് എന്ന സൂറത്ത് ഖുർആനിന്റെ പ്രധാന അധ്യായമാണ്. ലിഅന്നഹ അസ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അടിസ്ഥാനമാണ്. ഫാത്തിഹത്തുൽ കിതാബി ഹിയ സബ്ഉൽ മസാനി, ഇത് അസ്സബ്ഉൽ മസാനി എന്നറിയപ്പെടുന്നതാണ്. സബ് എന്ന് പറഞ്ഞാൽ 7, മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നത്, ആവർത്തിച്ച് വരുന്നത്, എപ്പോഴും ആവർത്തിച്ച് ഓതുന്നതാണല്ലോ. ലിഅന്നഹ തുസ്ന ഫീ കുല്ലി സ്വലാത്തിൻ ഫീ കുല്ലി റക്അത്ത്, എല്ലാ നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുവല്ലോ. ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഷാഫിയത്തു ഫഇന്നഹ ശിഫാഉൻ മിൻ കുല്ലി ദാ, അശ്ശാഫിയ എന്ന് പറയാം. കാരണം ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഈ സൂറത്ത് ഹിയ, അത് അശ്ശാഫിയ എന്നറിയപ്പെടുന്നു. കാരണം ഫഇന്നഹ, ഈ സൂറത്ത് ഷിഫാഉൻ, ശമനമാണ്, മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനും ശമനമാണ്. രോഗത്തിന് മന്ത്രിച്ചാൽ ശമനമാണ്, ഓതിയാൽ ശമനം കിട്ടും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത്ത് ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂർ വലാ ഫിൽ ഫുർഖാൻ മിസ്ലുഹാ, നബിതങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ ഉൻസിലത്ത് ഫിൽ തൗറാത്തി, തൗറാത്തിൽ ഇറക്കപ്പെട്ടിട്ടില്ല, വലാ ഫിൽ ഇൻജീൽ, ഇൻജീൽ എന്ന ഈസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട കിതാബിൽ ഇറക്കപ്പെട്ടിട്ടില്ല, വലാ ഫിൽ സബൂർ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട സബൂർ എന്ന ഗ്രന്ഥത്തിലും ഇറക്കപ്പെട്ടിട്ടില്ല, വലാ ഫിൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആനിൽ പോലും ഇറക്കപ്പെട്ടിട്ടില്ല, മിസ്ലുഹ, ഇതുപോലെ മറ്റൊരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടില്ല. വൈന്നഹ സബ്ഉൻ മിനൽ മസാനി, അത് സബ്ഉൻ, സബ് ആണ്, 7 ആയത്താണ്, മിനൽ മസാനി, മസാനിയിൽ നിന്ന്. വൽ ഖുർആനുൽ അലീം, ഖുർആനുൽ അലീം അല്ലദീ ഉഅ്തീതുഹു, ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നതാണ്. അല്ലദീ ഉഅ്തീതുഹു, എനിക്ക് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പാരായണം ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ്. യുസന്നു തഅവ്വുദു ഖബ്ലൽ ഫാത്തിഹ, ഫാത്തിഹ തുടങ്ങുന്നതിന്റെ മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. വതഅമീനു ബഅദഹ, ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ആമീൻ പറയൽ സുന്നത്താണ്. വകിലാഹുമാ ലൈസ മിനൽ ഖുർആൻ, അഊദും അതുപോലെ ആമീനും സൂറത്തിൽ പെട്ടതല്ല, ഈ ഖുർആനിൽ പെട്ടതല്ല, അതേസമയത്ത് സുന്നത്താണ്. വൽ ബസ്മലത്തു മിനൽ ഖുർആൻ, ബിസ്മി ഖുർആനിൽ പെട്ടതാണ്. വായത്തും മിനൽ ഫാത്തിഹ, ഫാത്തിഹയിൽ പെട്ട ഒരു ആയത്തുമാണ്. ഇനി അതിന്റെ തഫ്സീറിലേക്ക് കടക്കാം കേട്ടോ. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ, അർ റഹ്മാനി, ഈ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ, അർ റഹീം, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ. അർ റഹീം എന്ന വാക്കിന്റെ അർത്ഥമാണത്. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. അർ റഹീം, അർ റഹ്മാനിർ റഹീം, നേരത്തെ അർത്ഥം പറഞ്ഞല്ലോ. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന നാള്, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായ, അപ്പൊ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ. ഇയ്യാക്ക നഅ്ബുദു, ഇയ്യാക്ക നിന്നെ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നസ്തഈൻ എന്ന് പറഞ്ഞാൽ സഹായം തേടുന്നു. ഇഹ്ദിനാ,
ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. അസ്സിറാത്തുൽ മുസ്തഖീം, നേർ വഴിയിൽ. സിറാത്തു വഴി, അൽ മുസ്തഖീം നേരെയുള്ള വഴി. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ഏതാണ് നേർവഴി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. നബിമാർ, സുദ്ദീഖീങ്ങളായ ഔലിയാക്കൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ. ഇതാണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ശിക്ഷക്കിരയായവരുടേതല്ല. അള്ളാഹു കോപിച്ച, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, വെറുത്ത, അങ്ങനെ ഇടയായവരുടേതല്ല. വലല്ലാലീൻ, പിയച്ചവരുടേതുമല്ല. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. ഇനി തദ്രീബാത്തിലേക്ക് പോവുക. അത്തദ്രീബാത്ത്, അബദ യഅബുദു ഇബാദത്ത്. അതായത് നമ്മൾ ഇതിൽ ഉപയോഗിച്ച വാക്കുകളെ അതിന്റെ ആ മാലി, മുലാരി, മസ്ദർ എന്ന അർത്ഥത്തിൽ പരിചയപ്പെടുകയാണ്. മാലി എന്ന് പറഞ്ഞാൽ ചെയ്തു, കഴിഞ്ഞതിന്റെ പേരിൽ പറയും. ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ചെയ്തു എന്ന് പറയും. എഴുതി, കഴിഞ്ഞതാണ്. ഇതുപോലെ അതാണ് മാലി. മുലാരി എന്ന് പറഞ്ഞാൽ ചെയ്യും, ഇബാദത്ത് ചെയ്യും, അത് വരാൻ പോവുകയല്ലേ, അതാണ് അതിന്റെ ഇബാദത്ത്, ആരാധന. അപ്പൊ അതിന്റെ മസ്ദർ. അബദ യഅബുദു ഇബാദത്ത്. അൻഅമ യുൻഇമു ഇൻആം, അൻസല യുൻസിലു ഇൻസാൽ, വസിയ യസഉ സഅത്ത്, ഇസ്തആന യസ്തഈനു ഇസ്തിആനത്ത്. അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു, ആരാധിക്കും, ആരാധന. അൻഅമ അനുഗ്രഹം ചെയ്തു, അനുഗ്രഹം ചെയ്യും, അനുഗ്രഹം ചെയ്യൽ. അൻസല ഇറക്കി, യുൻസിലു ഇറക്കും, ഇൻസാൽ ഇറക്കൽ. വസിയ യസൗ സഅത്ത്, വസിയ വിശാലമായി, യസൗ വിശാലമാകും, സഅത്ത് വിശാലത. ഇസ്തആന സഹായം തേടി, യസ്തഈനു സഹായം തേടും, ഇസ്തിആനത്ത് സഹായം തേടൽ. ഇനി ഏകവചനം, ബഹുവചനം. നൗഅ് അൻവാഅ്, നൗഅ് ഇനം, അൻവാഅ് ഇനങ്ങൾ. ദാബത്ത് മൃഗം അല്ലെങ്കിൽ ജീവി, ദവാബ് ജീവികൾ, ഹാമത്ത് ഹവാമ് ജീവി, അതും ജീവികൾ, ഹാമത്ത്. ത്വയ്റ് തുയൂർ, ത്വയ്റ് പക്ഷി, തുയൂർ പക്ഷികൾ. സമക്ക് അസ്മാക്ക്, മത്സ്യം, മത്സ്യങ്ങൾ. നക്തുബു അദദൽ ഹുറൂഫിൽ ഹിജായിയത്തി ഫീ കുല്ലി കലിമത്തിൻ, ഓരോ കലിമത്തിലും എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പറയത്. അപ്പൊ മിൻ എത്ര അക്ഷരമുണ്ട്? മീമ് നൂന് 2 അക്ഷരം. അസ്ലുൻ എത്ര അക്ഷരമുണ്ട്? 1 2 3. അലിഫ് ഹംസ് സ്വാദ് ലാമ്. ഷിഫാ എത്ര അക്ഷരമുണ്ട്? ഷീന് ഫാ അലിഫ് ഹംസ്. എത്ര അക്ഷരാണ്? 1 2 3 4. ഇഞ്ചീലുൻ, മുസ്തഖീമുൻ, ഇഞ്ചീല് ഹംസ് നൂന് ജീമ് യാ ലാൽ. 1 2 3 4 5. മുസ്തഖീം, മീമ് സീന് താ ഖാഫ് യാ മീം. 1 2 3 4 5 6. എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പുറത്ത് ചേർത്തോളൂ. നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ കണ്ടെത്തുക. മാദാ യുസന്നു ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്തുള്ളത് എന്താണ്? ചോദ്യങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ പഠിച്ചാൽ പിന്നെ ചോദ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. മാദാ എന്ന് പറഞ്ഞാൽ എന്ത്, യുസന്നു സുന്നത്താണ്, എന്താണ് സുന്നത്ത്. ബഅദൽ ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, അൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം എന്താണ് സുന്നത്ത്, എന്താണ്? ആമീൻ പറയൽ. ഇത് കിതാബിൽ എവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഫാത്തിഹത്തുൽ കിതാബി ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ് എന്ന സൂറത്ത് ഖുർആനിലെ പ്രധാനപ്പെട്ടതാണ്. ലിമ എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്? അതാണ് അസുല്. അത് നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചല്ലോ. ലിഅന്നഹ അസുലുൽ ഖുർആൻ, കാരണം അതാണ് അസുലുൽ ഖുർആൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൻ ഹഉലാഇ അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, മൻ ആരാണ്, ലിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നാണ് അർത്ഥം. മൻ ആരാണ്, ഹഉലായി ആ കൂട്ടർ, അല്ലദീന അൻഅമല്ലാഹു, അൻഅമല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച, അല്ലദീന കൂട്ടർ, അലൈഹിം അൻഅമല്ലാഹു അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ച കൂട്ടർ ആരാണ്? ആരാണ്?
നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ. നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ. ഹിയൽ ബസ്മലത്തു ഹലിൽ ബസ്മലത്തു, ഹൽ എന്ന് പറഞ്ഞാൽ ആണോ, അൽ ബസ്മലത്തു ബിസ്മി ചൊല്ലൽ ആയത്തും മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്താണോ, ആണോ. വൽ ബസ്മലത്തു മിനൽ ഖുർആനി വായത്തും മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിലെ ഒരായത്താണ്. അപ്പൊ നഅം, അതെ. ലിമ എന്തുകൊണ്ടാണ്, തുസമ്മ പറയപ്പെടുന്നത്, പേര് പറയപ്പെടുന്നത്, അൽ ഫാത്തിഹത്തു ഫാത്തിഹക്ക് ബിഷാഫിയ, ഷാഫിയ എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്. ഹിയ ഷാഫിയത്തു, കാരണം ഫൈനഹ ശിഫാഉം മിൻ കുല്ലി ദാ, അത് എല്ലാ രോഗത്തിനും ശമനമാണ്. ഫൈനഹ ഷാഫിയത്തുൻ മിൻ കുല്ലി ദാ, ഇതാണ് അതിന്റെ ഉത്തരം, എല്ലാ രോഗത്തിനും ശമനമാണ്. നുക്കവ്വിനുൽ ജുമൽ, നുക്കവ്വിനു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, കവ്വന യുക്കവ്വിനു, നുക്കവ്വിനു നമ്മൾ ഉണ്ടാക്കുക, അൽ ജുമല സെന്റൻസുകൾ, കമാഫിൽ മിസാൽ ഈ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. ഫി സൂറത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ സൂറത്തിലുണ്ട്, സബു ആയാത്തിൻ 7 ആയത്ത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയണം, ഫിൽ ഇഖ്ലാസി, ഫി സൂറത്തിൽ ഇഖ്ലാസി, സൂറത്തുൽ ഇഖ്ലാസിൽ ഉണ്ട് എത്ര ആയത്ത്, ഇത്ര ആയത്ത് ഉണ്ടാക്കുക. ഫി സൂറത്തിൻ നാസി ഡേഷ് ആയാത്തിൻ. അല്ലാഹു ഹുവർ റഹ്മാൻ, അല്ലാഹു ഹുവർ റഹ്മാൻ, അല്ലാഹു ഹുവർ റഹീം, അല്ലാഹു ഹുവൽ, അല്ലാഹു ഇപ്പൊ എന്തൊക്കെ പറയാം, ഹുവൽ കരീം, അല്ലാഹു ഹുവൽ വാഹിദ്, അങ്ങനെയൊക്കെ പറയാം. ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ് ഹിയ ഉമ്മുൽ ഖുർആൻ, ഹിയ അഷ്ഷാഫിയ, ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഷാഫിയ, ഫാത്തിഹത്തുൽ കിതാബി അസ്സബുൽ മസാനി, ഹിയ അസ്സബുൽ മസാനി, അങ്ങനെ ഓരോന്നും ചേർത്ത് കൊടുക്കുക. അപ്പൊ 3 ആയല്ലോ. ഫാത്തിഹത്തിൽ ഹിയ ഷാഫിയ, ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഷാഫിയ, ഫാത്തിഹത്തുൽ കിതാബി ഹിയ സബുൽ മസാനി. ഫാത്തിഹത്തുൽ കിതാബി ഹിയ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, അങ്ങനെ 3 പറഞ്ഞു. തഫ്സീറുൽ ഫീ ലുഗത്തിന, നുഫസ്സിറു ഫീ ലുഗത്തിന, നമ്മൾ വിശദീകരിക്കുക, ഫീ ലുഗത്തിന നമ്മുടെ ഭാഷയിൽ വിശദീകരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യ ഈ ലോകത്ത് വൈപ്പെട്ടവർക്കും അല്ലാത്തവർക്കും കരുണ ചെയ്യുന്നവനായ, പരലോകത്ത് പ്രത്യേകം വിശ്വാസികൾക്ക് കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ, റഹീമും റഹ്മാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. തഖ്സീസ്, ഒരു പ്രൊജക്ട് തയ്യാറാക്കുക. നുഇദ്ദു ഫിഖ്റത്തൻ, നുഇദ്ദു തയ്യാറാക്കുക, അഅദ്ദ യുഇദ്ദു, നുഇദ്ദു നമ്മൾ തയ്യാറാക്കുക, ഫിഖ്റത്തൻ ഒരു ഖണ്ഡിക. അനി സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച്, നേർമാർഗത്തെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. അതിലെന്തൊക്കെയാ വേണ്ടത്, നേർമാർഗം കാണിക്കുന്നവരാരൊക്കെയാണ്, അമ്പിയാക്കൾ, സുദ്ദീഖുകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളാണ്. നേർമാർഗത്തിൽ ചേരുക എന്നത് സത്യവിശ്വാസിയുടെ അനിവാര്യമായ ആഗ്രഹമാണ്. നേർമാർഗത്തിലേക്ക് ചേരാൻ എല്ലാവരും ആഗ്രഹിക്കണം. നേർമാർഗത്തിലേക്ക് ചേരാൻ വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സൽക്കർമ്മികളായ സജ്ജനങ്ങളായ മഹാന്മാരെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. മഹാന്മാരുടെ വഴിയിൽ നിന്ന് വിട്ട് പിഴച്ചവരുടെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. നല്ലവരുടെ വഴിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലവരുടെ വഴിയിൽ ആഖിറത്തിലും ചേരാൻ പറ്റും. നല്ലവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ജീവിത വ്രതമാണ്. അള്ളാഹു നമുക്ക് നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഗണ്ണികയാകും. അപ്പൊ നമുക്ക് ഒരു പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരു പാഠത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാനും നല്ലവരാകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.